നമസ്കാരം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടെ പുതിയ വെളിപ്പെടുത്തലുമായിട്ടാണ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ പ്രമുഖരായ 7ഓളം കോൺഗ്രസ് CPM നേതാക്കൾ BJPയിൽ ചേരുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് ശോഭയുടെ വെളിപ്പെടുത്തൽ. ആലത്തൂരിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ജയരാജന് BJPയിൽ ചേരാൻ ഓരോ ഓഫറും നൽകിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, കേരളത്തിലെ 7ഓളം പ്രഗത്ഭരായ നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുമുണ്ട്. പാർട്ടി മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോയത്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കടന്നു വരുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നിലയിൽ ഏറെ മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇടതുമുന്നണിക്ക് പോളിംഗ് ദിനത്തിലെ കനത്ത ആഘാതമായി ജയരാജന്റെ വെളിപ്പെടുത്തൽ. രാവിലെയാണ് തൻ്റെ മകൻ്റെ ഫ്ളാറ്റിലെത്തി ജാവദേക്കർ തന്നെ കണ്ടുവന്ന് ഇ.പി. ജയരാജൻ സ്ഥിരീകരിച്ചത്. വീണ് കിട്ടിയ ആയുധം UDF പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് കനത്ത ഭാഷയിൽ മുഖ്യമന്ത്രി ഇ.പി.യെ വിമർശിച്ച് രംഗത്തെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശനത്തിൽ പങ്കുചേരുകയും ചെയ്തു. വിവാദവും തുടർന്നുള്ള വെളിപ്പെടുത്തലും വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നറിയാൻ നമ്മൾക്ക് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം. വോട്ടെടുപ്പ് ദിനം തന്നെ വെളിപ്പെടുത്തലുമായി ഇ.പി. എത്തിയത് കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണെന്ന് ചിലർ പറയുമ്പോൾ, തൃശ്ശൂരിൽ ജയിച്ചു കയറാൻ BJP ഒരുക്കിയ ചൂണ്ടയിൽ അറിയാതെ കൊത്തുകയായിരുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അത് CPMന്റെ സഹായത്തോടെയാണെന്ന ആക്ഷേപം ശക്തമാവുകയും അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഇ.പി.യുടെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ CPMൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്.